രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൺവേർഷൻ ഇതിനകത്ത് ഒരു തരത്തിൽ ബന്ധപ്പെടുന്നൊരു കാര്യമല്ല. ബി ജെ പി അല്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ കൺവേർഷനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഛത്തീസ്ഗഡിലെ ആ ജയിലിന് മുമ്പിൽ വന്ന നേതാക്കന്മാർ പോലും പൊളിറ്റിക്കലി കൺവേർട്ടഡ് ആയിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ദേവഗൗഡയുടെ ആളായിട്ട് തുടങ്ങിയതാണ്. ഞാൻ അവരെ വ്യക്തിപരമായിട്ട് കുറ്റം പറയാനില്ല. ബാക്കി വന്ന ആളുകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 10, 30, 40 വർഷം ഓരോ പാർട്ടിയിലും പ്രവർത്തിച്ച് ഉള്ള സ്ഥാനങ്ങളെല്ലാം നേടിയെടുത്ത് പണത്തിനും മറ്റധികാരത്തിനും വേണ്ടി അതൊക്കെ നിർലജ്ജ ഉപേക്ഷിച്ചിട്ട് പൊളിറ്റിക്കലി കൺവേർഷൻ നടത്താൻ ഒരു മടിയില്ലാത്ത അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളാണ് ഇത് കൺവേർഷനാണെന്ന് ആരോപിച്ചിട്ട് ആളുകളെ കുറ്റം പറയുന്നത്. ഇത് വളരെ അപമാനകരമാണ്. ഈ കൺവേർഷനാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഒരു മയവും മര്യാദയില്ലാണ്. പിന്നെ അവരുടെ ഇഷ്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇഷ്ടമാണെങ്കിൽ പിന്നെ മതം മാറ്റം ആളുകൾ ഇഷ്ടമായിട്ട് പറയേണ്ടതില്ലേ. ഞങ്ങൾ ഫോഴ്സ്ഫുള്ളായ കൺവേർഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരാണ്, അവന് തർക്കമില്ല. പിന്നെ വ്യക്തികൾക്ക് ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഈ ജയിലിൽ വന്നിട്ട് ഈ നാടകം നടത്തിയ ആളുകളൊക്കെ എവിടെയായിരുന്നു രാഷ്ട്രീയത്തിലെന്ന് ആദ്യം അന്വേഷിക്കേണ്ടവരാണ്. അവർ പൊളിറ്റിക്കലി കൺവേർട്ടഡ് ആണ്. അവർക്കൊരു മടിയുമില്ല, അവർക്കൊരു മയവുമില്ല. അതിൽ തന്നെ മതം മാറ്റത്തിന് പരോക്ഷമായ പിന്തുണച്ച ആളുകൾ പോലും ഉണ്ട്. ഞാനൊരു മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ പാർലമെൻറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്തുള്ള ഗണ്യമായൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി കൺവേർട്ടഡ് ആണ്. എന്നിട്ട് ഈ ആളുകളാണ് വളരെ ദാരിദ്ര്യം പിടിച്ച ഈ പെൺകുട്ടികളുടെ വീടൊക്കെ ആയിട്ട് ബന്ധമുള്ളൊരു പാർട്ടിയാണ് CPI. അങ്ങേയറ്റത്തെ ദാരിദ്ര്യമാണ്, പോയാൽ കണ്ണു പറയുന്ന സാഹചര്യമാണ്. ആ കുട്ടികൾ ജോലിക്ക് വേണ്ടിയാണ് പോയതെന്ന് തെളിവാണ്. അതിനെയാണ് മതം മാറ്റമൊക്കെ ആയിട്ട് ചിത്രീകരിച്ച് ചെയ്യുന്നത്. ഇത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായിരുന്നാലും CPI ഒരു പാർട്ടിയുമുള്ള നിലയിൽ മറ്റെല്ലാ ജനാധിപത്യ ശക്തികളുടെയും സഹായത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് തുടക്കമുള്ള നിലയിൽ ഓഗസ്റ്റ് 6-ാം തീയതി ധർണ നടത്തും. പിന്നെ FIR കോഷിയാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ മുൻകൈ എടുത്ത് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ധർണ നാരായൺപൂർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വിപുലമായ ബഹുജന ധർണ. കാരണം ഇത് വളരെ ജെന്യൂനായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇങ്ങനെ ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെ മർദ്ദിച്ചു, അവരെ റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി, ആ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നോൺ ട്രൈബ് വിഭാഗം ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. വളരെ ഗ്രേവായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. പിന്നെ മതമാറ്റമൊക്കെ ചിത്രീകരിച്ചുള്ള ധാരാളം ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ മറ്റെന്തിലേക്ക് പോകുന്നതിന് മുമ്പ് കേസെടുക്കണ്ടേ? അതെന്തൊരു മര്യാദകളാണ്. ആ കേസെടുക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. 10-20 കേസ് ജ്യോതി ശർമ്മക്കെതിരെ അവിടെ ഉണ്ട്. ഒന്നിൽ പോലും അവരെ പിടികൂടുന്നില്ല. അവരുടെ എബ്സ്കോണ്ടിങ് ആണെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ നീതി ഒരു കണക്കിലും ഒരു കാട്ടുനീതിയാണ്, അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുന്നു. റായ്പൂർ കേന്ദ്രീകരിച്ചും സമരം ഉണ്ടാവും. അത് അനൗൺസ് ചെയ്യാനാണ്, ഔപചാരികമായിട്ട് അനൗൺസ് ചെയ്യാനാണ് ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലീസിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. ഞാൻ ഛത്തീസ്ഗഡ് പോലീസ് കംപ്ലീറ്റ് മോശക്കാരാണെന്നുള്ള വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ പോയപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ എത്ര ഔത്സുക്യമാണ് കാണിച്ചത്. 143 BNS എടുത്തു, അതിവേഗത്തിലെടുത്തു. കൺവേർഷൻ ഛത്തീസ്ഗഡിലെ നിയമം വെച്ച് 4-ാം വകുപ്പ് വെച്ചിട്ടെടുത്തു. കോടതി തന്നെ പറഞ്ഞു ഒരു മിയർ എപ്രഹെൻഷനാണെന്ന് പറഞ്ഞു. ജാമ്യാപേക്ഷ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ടാണ് 2 കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 10 കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കേസെടുത്തത്. അപ്പോൾ നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഔത്സുക്യം കാണിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ കേസെടുക്കാത്തത്? 2 ദിവസമായി അവർ കയറി ഇറങ്ങുന്നു. 3 പോലീസ് സ്റ്റേഷൻ അവസാനം SP സ്വീകരിച്ചു വെച്ചു. ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 6-ാം തീയതി എന്തായിരുന്നാലും ഈ വിഷയത്തിൽ അതിശക്തമായ ഒരു ധർണ നടത്താനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അത് കോടതിയെ സമീപിക്കേണ്ടത് പ്രധാനമായിട്ടും അതിനകത്ത് ഇപ്പം അക്യൂസ്ഡ് ആയിരിക്കുന്ന കന്യാസ്ത്രീകളും ബന്ധപ്പെട്ടവരാണ് പോവേണ്ടത്. ഉറപ്പായിട്ടും എല്ലാ അർത്ഥത്തിലുള്ളൊരു ലീഗൽ ഫൈറ്റാണ്. കാരണം നമുക്ക് പ്രാദേശികമായി കാട്ടുനീതി ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റുമല്ല. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ വടക്കേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും നടക്കുന്ന ഒരു കാട്ടുനീതിയുണ്ട്. ഒരു ഗുണ്ടാ സംഘമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ നാരായൺപൂരിലെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് കൂടെ ഞാൻ പറയാം. അതൊരു വലിയ പാർട്ടിയല്ല, പക്ഷേ നന്നായി ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നവരാണ്. ഓരോ മെമ്പറും ഓരോ മാസവും 10 രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അവർ ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ 5 കൊല്ലത്തിലൊരിക്കൽ ആ ഹുണ്ടിക പൊട്ടിച്ചിട്ടാണ്, ഹുണ്ടിക ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ആ ദാരിദ്ര്യം പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. അപ്പോൾ ഉള്ള പാർട്ടി മെമ്പർമാർ എല്ലാവരും 10 രൂപ കൊടുക്കും. ആ 10 കൊടുത്തിട്ട് 5-ാമത്തെ കൊല്ലം വരുന്ന പൈസ എടുത്തിട്ടാണ് അവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അത്ര ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരാണ് ഇത് നടത്തുന്നത്. അവരുടെ സെക്രട്ടറിക്കെതിരെ ഇപ്പോൾ ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും കൂടെ പാർട്ടിക്ക് പുറമെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്കൽ ബജ്രംഗ് ദൾ, അവിടുത്തെ പ്രാദേശിക ആളുകൾ, ഈ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ കുട്ടികളെ മർദ്ദിക്കാനൊക്കെ മുൻകൈ എടുത്തവർ ഉള്ള ആളുകളിൽ നിന്ന് ബജ്രംഗ് ദളാണെന്ന് പറയുമ്പോൾ എനിക്കൊരു മടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന കത്തിനകത്ത് ആ പേര് മെൻഷൻ ചെയ്യും. കാരണം അജ്ഞാത ഫോൺ കോളിൽ നിന്നും പറഞ്ഞ് ചെയ്യാനല്ല, ബജ്രംഗ് ദൾ തന്നെ. അല്ല, ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചത് കൊണ്ട് മാത്രം അത് അവസാനിക്കുന്ന കണക്കാക്കുന്ന ഒന്നല്ല. അതൊരു മനുഷ്യ മനസ്സിൽ നിന്ന് നിരോധിക്കേണ്ട ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഞാനൊരു ആവശ്യം പൊളിറ്റിക്കലി ആ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിക്കാൻ കാരണം നിരോധനം എന്ന് പറയുന്നത് ഒരു പരിഹാര മാർഗ്ഗമാണ് എന്നുള്ളൊരു വിശ്വാസക്കാരനല്ല ഞാൻ. രണ്ടാമത്തെ കാര്യം, അത് സംബന്ധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു ഔപചാരികമായ അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല.